സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ പ്രോജക്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ്റെ 2, 3, 4 അതെ 234 ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഡിവിഷൻ അതിഥി മിസ്റ്റർ ജാഫർ സി സർ. അദ്ദേഹമാണ് ടൈനി ഹാബിറ്റ്സ് ആൻഡ് ബിഗ് ചേഞ്ചസ് എന്ന വിഷയത്തിലാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കാൻ പോകുന്നത്. പ്രൊഫഷണലി അദ്ദേഹം പീപ്പിൾ മാനേജ്മെൻറ്റ് കോർഡിനേഷൻ, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററാണ്. ഹി ഈസ് വെരി പാഷനേറ്റ് trainer about marginalized population through awareness, empowerment and meaningful action. അദ്ദേഹത്തിൻ്റെ കോർ ഏരിയ കൂടിയാണ് സ്റ്റുഡൻസ് എംപവർമെൻറ്റ്, അതേപോലെ ഫാമിലി കൗൺസിലിംഗ്. പ്രൊഫഷണലി ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് അദ്ദേഹം. പ്രഭാതത്തിൻ്റെ മൃദുല പ്രകാശം ഭൂമിയെ ഉണർത്തുന്നത് പോലെ ഇന്നത്തെ ഈ സംഗമം നമ്മുടെ ചിന്തകളെയും ഹൃദയങ്ങളെയും പുതുമയിലേക്ക് നയിക്കട്ടെ എന്ന ആശംസയോടെ over to you, sir. Thank you. A very good morning to all. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? കേൾക്കാവോ? കേൾക്കാം സർ, കണ്ടിന്യൂ ചെയ്തോ. ടൈനി ഹാബിറ്റ്സ് ബിഗ് ഇമ്പാക്ട് എന്ന വിഷയത്തില് സിജിയുടെ ഈ ഒരു വിഷൻ പ്ലാറ്റ്ഫോമിൽ എന്നൊരു അവസരം കിട്ടിയെന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് ആളുകളെ ഒരേ പ്ലാറ്റ്ഫോമിൽ ഇത്രയും രാവിലെ തന്നെ കാണാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷം അറിയിക്കുന്നു. ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് പലപ്പോഴും നമ്മളാരും ചിന്തിക്കാതെ പോകുന്നൊരു വിഷയമാണ്. അപ്പോ അതിലുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംവദിച്ചു പോവാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ആരംഭിക്കാം. സ്മോൾ ചേഞ്ചസ് ഫോർ എ മാസീവ് പ്രൊഫഷണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. സോ അത് ഏതൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കുറച്ചാളുകളെങ്കിലും ഒന്ന് വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു ഇതോടൊപ്പം ചേർക്കുക. താങ്ക് യു. ആരുമില്ല, ഒരാളേ ഉള്ളൂ. മൈക്രോ ചേഞ്ചസ് ലീഡ്സ് ടു മാക്രോ റിസൾട്ട്സ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ടീം ഡൈനാമിക്സ്. അബ്ദുൽ നാസിർ സർ, താങ്ക് യു. തുളസി സർ, താങ്ക് യു. ബഷീർ സർ, ഉമർ സർ, ഒത്തിരി ആളുകളുണ്ട്. ഓക്കെ, ഹായ്. അപ്പോ മൈക്രോ ചേഞ്ചസ്, വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ ശീലങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ ഒരു വലിയ ഇമ്പാക്റ്റ് ഇതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് കോർപ്പറേറ്റുകൾ പോലും ഇന്ന് ആ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും ഇതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെയും വളരെ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ് കാണാൻ പറ്റുന്നത്. ആദ്യത്തെ ഹാബിറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ശീലം ഏതായിരുന്നു? ഒന്നാമതായിട്ട് പറയുന്നത്, നിങ്ങൾക്ക് എന്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണാൻ പറ്റുന്നുണ്ട്. യെസ്, താങ്ക് യു. ആക്റ്റീവ് ലിസണിങ്. എന്താണ് ആക്റ്റീവ് ലിസണിങ്? ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാവോ? ഏറ്റവും നല്ലൊരു സുഹൃത്ത് ഏറ്റവും നല്ല ഒരു കേൾവിക്കാരനാവണം, അങ്ങനെയല്ലേ? സുഹൃത്ത് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആവാം, കൊളീഗ് ആവാം, നമ്മുടെ പാർട്ട്ണർ ആവാം, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാവാം, ഏറ്റവും നല്ലൊരു ഫ്രണ്ട് ആവാം. യെസ്, മൈൻഡ്ഫുൾ ലിസണിങ്. മുസ്ലിന, താങ്ക് യു. അപ്പൊ അങ്ങനെ
ഒരാളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എത്രയോ പ്രശ്നങ്ങൾക്കുള്ള വലിയൊരു പരിഹാരം കൂടിയായിരിക്കും. ഒരു ആക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ ഹാബിറ്റ്. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ശീലങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ആക്റ്റീവായിട്ടുള്ള ഒരു ലിസണർ ആവുക എന്നുള്ളത്. അതിൽ നിന്ന് സബ് പോയിന്റുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ അറ്റൻറ്റീവായിട്ട് ഒത്തിരി ആളുകൾ എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. വളരെ കാമൻ ക്വയറ്റായിട്ട് അവർ ചെവിയൊക്കെ കുറിച്ച് നല്ല രീതിയിൽ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് എന്നോട് സംവദിക്കാനുള്ള രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ ലിസൺ അറ്റൻറ്റീവ്ലി ടു പേഴ്സൺ. ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് നമ്മൾ കുറച്ചും കൂടെ അടുത്ത് നിന്നുകൊണ്ട് അയാൾ പറയുന്നതെന്തോ അത് നന്നായിട്ട് കേൾക്കുക എന്നതാണ്. രണ്ടാമതായിട്ട് വരുന്നത്, ഒരാള് സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാതിരിക്കുക. ഇടയിൽ കയറി സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നതിന്റെ ഫ്ലോ കാര്യങ്ങളെല്ലാം പോയി അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലാണ് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറയപ്പെടുന്ന കാര്യങ്ങൾ ഒരു നോട്ട് നമ്മളൊന്ന് കീ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ആക്റ്റീവ് ലിസണിങ് ഉൾപ്പെടുത്താം. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാബിറ്റിലേക്ക് പോകാം. രണ്ടാമതായിട്ട് വരുന്നത് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ 2 രീതിയിൽ തന്നെ വരും. അതിലൊന്നാമത് പൊളൈറ്റ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഒരു പാലമായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും മതിലുകളല്ല സൃഷ്ടിക്കേണ്ടത്, പകരം നമ്മൾ ചെയ്യേണ്ടത് ഓരോ പാലങ്ങൾ നിർമ്മിക്കുക. ആ പാലത്തിലൂടെ എല്ലാവർക്കും വന്നു പോകാൻ സാധിക്കണം. ഇത്തരത്തിലുള്ള ഒരു പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ടോൺ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ടോൺ വളരെ വൃത്തിയുള്ള രീതിയിൽ വേണം നമ്മൾ സംസാരിച്ചുകൊണ്ട്. ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകളോ കാര്യങ്ങളോ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ബോസിന്റെ അതല്ലെങ്കിൽ നമ്മളോട് ഒരാളൊരു മെയിൽ അയക്കുക, അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് പോലെയുള്ള രീതിയിലൊക്കെ നമ്മളോട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് നമുക്കൊരു ബോസിന്റെ ഒരു ഇമെയിൽ വന്നതായത് നമ്മൾ എങ്ങനെയായിരിക്കും റിപ്ലൈ ചെയ്യുന്നത്? ഒന്ന് കമന്റ് ചെയ്യാവും. നമുക്ക് നമ്മുടെ ബോസിന്റെ ഒരു മീറ്റിംഗിന്റെ ഒരു മെയിൽ വന്നു, നാളെ നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ആ മീറ്റിങ്ങിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ആ മീറ്റിങ്ങിന് റിപ്ലൈ ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മളെ പരിഗണിച്ചതിന് ഒരു പ്രത്യേക താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു ഫോർമൽ റിപ്ലൈ ആണ് നമ്മൾ എഴുതേണ്ടത്. അതില് തീർച്ചയായിട്ടും താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെ നമ്മൾ ആ ഫോർമൽ റിപ്ലൈ എഴുതാൻ പറ്റും? പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒരു തംസപ്പ് ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ ഓക്കെ. ഇതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ഫോർമലായിട്ട് നമ്മൾ പറയുമ്പോഴാണ് അവിടെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഹാബിറ്റ്, നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പ്രൊഫഷണലിസം അതോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ടൈം ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിൻ? എന്താണ് ഡിസിപ്ലിൻ? കമന്റ് ചെയ്യാവോ? സംസാരിക്കാം. കമന്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്. ഗോയിങ് ബൈ റൂൾസ്. ഓക്കെ, വെരി ഗുഡ് മനോലിൻ. പറഞ്ഞു പോവാം. ഡിസിപ്ലിൻ എന്ന വാക്കിന് ഒരു മലയാളത്തിൽ ഒരു നിർവചനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ, യെസ്, കൺസിസ്റ്റൻസി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്
ഒരു നിർവചനം, ഒരു ഡെഫിനേഷൻ ഡിസിപ്ലിൻ എന്ന വാക്കിന് കൊടുക്കാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് പങ്ക്ച്വലാവാതെ. പങ്ക്ച്വലായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ടൈം ബൗണ്ടഡ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്നതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമതായിട്ട് അതിന് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യാൻ പോകുന്നത് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളോടൊരു കാര്യം ചെയ്യാൻ പറയുകയും ആ ഫയലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനും അതേപോലെ തന്നെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയും നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ആദ്യം നമ്മുടെ ടേബിളൊക്കെ നല്ല വൃത്തിയാക്കും. രണ്ടാമത് ഫയലുകളൊക്കെ എടുത്തുകൊണ്ട് മൂന്നാമത് നമ്മൾ വാട്ടർ ബോട്ടിൽ, നമുക്ക് വെള്ളം കുടിക്കാനുള്ള വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്ത് വെക്കും. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് നമ്മളോട് എന്താണോ നമ്മുടെ ബോസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം നമ്മൾ അവസാനം ചെയ്യും. അപ്പൊ അത് പ്രയോറിറ്റൈസ് ചെയ്യാൻ കൂടെ നമ്മൾ പഠിക്കുക. ടൈം ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് അത് കൂടെ ചെയ്യാം. ഫോർത്ത് വൺ, അപ്രീഷിയേറ്റ് ചെയ്യാം, അഭിനന്ദിക്കാൻ പറ്റും. ഒരു ടിപ്പിക്കൽ മലയാളി എന്നുള്ള രീതിയിൽ പറയാണ്, നമ്മുടെ കൂടെയുള്ള ഒരു കൊളീഗ് ഒരു മീറ്റിംഗിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തെന്ന് കരുതുക. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. പക്ഷേ കൊന്നാ പോലും നമ്മൾ അയാളെ പോയിട്ട് അഭിനന്ദിക്കാൻ പോകില്ല, അല്ലെങ്കിൽ അയാളുടെ പുറത്തൊന്ന് തട്ടി കൊടുക്കാൻ നമ്മൾ പോകും. നന്നായിരുന്നു, അതല്ലെങ്കിൽ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ള കാര്യം പറയാൻ പോലും നമ്മുടെ മനസ്സ് മതി. അങ്ങനെ അവൻ അല്ലെങ്കിൽ അവള് ഉഷാറാവണ്ട എന്നുള്ള രീതിയിലാണ് പലപ്പോഴായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം? മറന്നു പോകുന്നതുണ്ട്, അതിലപ്പുറത്തേക്ക് നമ്മള് വേണ്ട, അത്ര അവൻ അല്ലെങ്കിൽ അവളങ്ങ് പൊങ്ങേണ്ട എന്നുള്ള രീതിയിൽ ആ ടിപ്പിക്കൽ മലയാളിസം പലപ്പോഴും നമ്മുടെ മുന്നിൽ കടന്നു വരാറുണ്ട്. അതിന് നമ്മൾ നല്ലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. അതെങ്ങനെ നമുക്ക് മാറ്റം വരുത്താം? നമുക്കൊന്ന് നോക്കാം. റെഗുലറായിട്ട് നമ്മളിപ്പോ ഒത്തിരി മിസ്റ്റേക്സ്, അതേപോലെ തന്നെ ഒത്തിരി ടൈം ലാഗ് കാര്യങ്ങളൊക്കെ നമ്മുടെ സബോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് അതല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, അത് ചെയ്യാനുള്ള ഒരു ഡിലേ കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതിലേതെങ്കിലും ഒരു നന്മ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ നന്മയെ ആദ്യം എടുത്തു കാണിക്കുകയും അത് നന്നായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം വേണം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ. പക്ഷെ നമ്മളെല്ലാവരും കണ്ടെത്തുന്നത് ആദ്യം തന്നെ അതിലെന്തെങ്കിലും ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെ എടുത്തു കാണിക്കുകയും രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ ശരിയായിരുന്നു അല്ലെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് പിന്നെയാണ് നമ്മൾ പറയുന്നത്. അതിന് പകരം ആദ്യം എന്താണോ നന്മ കണ്ടിട്ടുള്ളത് ആ നന്മയെ നമ്മൾ അപ്രീഷിയേറ്റ്, നീ അത് ചെയ്തത് നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ തൂപ്പുകാരിയായിട്ടുള്ള അല്ലെ തൂപ്പുകാരനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ അവിടെ ഫ്ലോറൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടോ, ഓ ഇന്ന് ഉഷാറായിട്ടുണ്ടല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഓക്കെ എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാള് നമ്മൾ വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ആ ഫ്ലോറിലേക്ക് ഒരാൾ കടന്നു വരുമ്പോഴേക്കും എല്ലാ സ്ഥലവും നല്ല വൃത്തിയിൽ സൂക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള അവസ്ഥ. നമ്മുടെ മക്കളോട് ഇപ്പോ സ്പോർട്സിലോ അതല്ലെങ്കിൽ ആർട്സിലോ ഒക്കെ അതല്ലെങ്കിൽ അക്കാഡമിക്സിൽ ആ കുട്ടി ഒരു 50 മാർക്കിലേക്ക് 15 മാർക്കും വാങ്ങിയിട്ടാണ് ആ കുട്ടി വന്നതെങ്കിൽ നമ്മൾ ആ 15നെ അഡ്രസ് ചെയ്യാതെ 35നെ അഡ്രസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പാരന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഫാദറിനെ അല്ലെങ്കിൽ ഗാർഡിയനെ കുറിച്ച് കാണാൻ പറ്റുക. അങ്ങനെ ആവുമ്പോ പിന്നെ അടുത്ത പ്രാവശ്യം ഒരു 15 പോയിട്ട് 10 മാർക്ക് പോലും വാങ്ങിക്കാൻ അതല്ലെങ്കിൽ ചെറിയ ഒരു മെഡൽ പോലും വാങ്ങിക്കാനുള്ള ഒരു മനസ്സ് പോലും കുട്ടികളുണ്ടാവും. അപ്പൊ അപ്രീസിയേഷൻ എന്നുള്ളത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു വാക്ക് മാത്രമേ പോയാലൊരു വാക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് കിട്ടുന്ന ഒരാൾക്ക് ഭയങ്കര മോട്ടിവേഷൻ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം കൂട്ടി വായിക്കാനുള്ളതാണ് നമുക്ക് ഒരു താങ്ക് യു പറയാൻ അല്ലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു താങ്ക് യു പറയാൻ. നമ്മുടെ ചെറിയ മക്കളുണ്ടാവും,
അപ്പൊ ഒത്തിരി ആളുകളും പ്രായം എന്നുള്ളതല്ല, എന്നിരുന്നാലും യുവാക്കളൊക്കെ വിട്ടിട്ടുള്ള കുറെ ആളുകളെയാണ് എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അതിൽ ആദ്യം നമ്മുടെ മക്കളോട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം നമ്മുടെ മക്കള് നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ജസ്റ്റ് ഒരു താങ്ക് യു പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്ന സമയത്ത് അതേ കുട്ടി വെള്ളം, നേരെ മറിച്ച് നമ്മളൊന്നുമില്ല, ആ ഗ്ലാസ് വാങ്ങി വെള്ളം കുടിച്ച് ഗ്ലാസ് വെച്ച് എന്താണ് വിശേഷം എന്ന് പോലും ചോദിക്കാൻ ഒരുപക്ഷെ നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ ഫോണിലായിരിക്കും, അതല്ലേ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തകളിലായിരിക്കും, നമ്മൾ ഓഫീസിലെ കാര്യമായിരിക്കും, നാളത്തെ കാര്യമായിരിക്കും ഒക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അതിന് പകരം ഒരു താങ്ക് യു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു ചർച്ച കണ്ടിട്ടുണ്ട്, ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ട്. നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മള് പെട്രോൾ പമ്പിൽ ഫ്യൂൽ അടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിലേക്ക് നമ്മൾ പോവാറുണ്ട്. ആ പമ്പിലുള്ള അതിഥി തൊഴിലാളികളോ അതല്ലെങ്കിൽ നമ്മുടെ മലയാളികളോ ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് പെട്രോൾ അടിച്ച് തരുന്നത്. ആരൊക്കെ പറയാറുണ്ട് പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ഒരു നന്ദി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു നന്ദി വാക്ക്. ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ നമ്മുടെ ഒരു വല്ലാത്തൊരു നമ്മുടെ ഏറ്റവും വലിയൊരു നീടാണ് ഭക്ഷണം കഴിക്കാൻ. ഒരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഹോട്ടൽ ഉടമസ്ഥനോട് നിങ്ങളെ ഫുഡ് നന്നായിരുന്നു, ആ വെയിറ്ററോട് നമ്മൾ പറയുന്നു നിങ്ങളുടെ ഫുഡ് നന്നായിരുന്നു, നല്ല രീതിയിൽ നിങ്ങൾ സെർവ് ചെയ്തു, താങ്ക് യു എന്ന് പറയാൻ നമ്മളെ യെസ് അപര താങ്ക് യു ഇയാൾ പറയാറുണ്ട്, വെരി ഗുഡ്, കീപ് ഗോയിങ്. നമ്മുടെ ലൈഫിൽ വലിയൊരു സ്റ്റേജ് ഉണ്ടാവും. അതേപോലെ തന്നെ എടുത്തു തരുന്ന ആളിലും അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. നമ്മുടെ സമയം ഒരു ചെറിയ പ്രയാസമുള്ളത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അടുത്തതായിട്ട് ഹാബിറ്റ് വരുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ, അപ്പോൾ ഏകദേശം 234 ദിവസമായിട്ട് ഡിവിഷനിലുള്ള ആളുകൾ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാഫ് ആൻ അവറിന്റെ വളരെ സന്തോഷത്തോടെ എനർജറ്റിക് ആയിട്ട് അതിൽ എല്ലാവരും ഒന്ന് കൈയൊന്ന് പൊക്കി പിടിച്ചിട്ട് സ്വയം ചുമലിലൊന്ന് കൊട്ടാണ്, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാണ്. അത് എന്റെയും കൂടെ വകയാണെന്ന് കരുതിക്കോളൂ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുക. സിമ്പിളാണ്. ഒരു 10 വാക്കെങ്കിലും അതല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നമുക്ക് ഓരോ ദിവസവും പഠിച്ചെടുക്കാം. അത് ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനും കൂടെ നമുക്ക് കഴിയണം. ഒരു മൈൻഡ് സെറ്റ്, നമുക്ക് ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഹാബിറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചെറിയ ശീലങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ചെറിയൊരു ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. ഹലോ, ഒന്നോ രണ്ടോ ആളുകൾക്കൊക്കെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാം, സംസാരിക്കാം. ഇന്നു മുതൽ നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെറിയ ശീലങ്ങള് എന്താണെന്ന് കമന്റ് ചെയ്യാം ഓർ സംസാരിക്കാം. ഇന്നു മുതൽ ചെറിയ ശീലങ്ങൾ, ഇപ്പൊ നമ്മളൊരു 5 കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്നാവാം, അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്താം എന്ന് ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യാവോ, അതല്ലെങ്കിൽ സംസാരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. യെസ്, വെരി ഗുഡ്. ദെൻ അതേപോലെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ചെറു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ഒരു ചെറിയ പേനയും വാങ്ങുക, ചെയ്ത കാര്യങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. യെസ്, തീർച്ചയായിട്ടും. നെക്സ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യാം. ക്ലിയർ ആയില്ല, പ്രയോറിറ്റൈസ് പറയാമോ? ചെയ്യാം. അല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രയോറിറ്റൈസ് ചെയ്യാം.
തീർച്ചയായിട്ടും. നെക്സ്റ്റ് വൺ. ഹലോ സാറേ, നമസ്കാരം. ടൈം ഡിസിപ്ലിൻ. ടൈം ഡിസിപ്ലിൻ. വെരി ഗുഡ്. പിന്നെ ഓരോരുത്തർക്കും നമ്മളോട് പറയാം. ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുക മാത്രമല്ല, നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി കൂടി ചെയ്യാം. നന്ദി പറയുകയും ചെയ്യാം. പിന്നെ ഏത് കാര്യമാണെങ്കിലും അതില് ഒരു പോസിറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് ഡോട്ടർ. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ, അതല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. എനിക്കൊരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. ഞാനിതില് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. ഒരു ആക്റ്റീവ് ലിസണിങ് അവളുടെ വളർച്ചയിൽ നല്ല ചേഞ്ച് ഉണ്ടാക്കുന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടായില്ല. ഇത് കേട്ടപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കണം തോന്നുന്നു. ആക്റ്റീവ് ലിസണിങ് ഉണ്ട്. അത് പിന്നെ കുട്ടികളുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തും. ഓരോ സംഗതിയുണ്ട് അതില്. അത് നല്ല രസമായിരിക്കും. ആ കുട്ടികളെ നമ്മൾ ആക്റ്റീവ് ലിസൺ ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്തുകയാണ്. നല്ല രസമായിരിക്കും. ആ കുട്ടികളുടെ വളർച്ച നമുക്ക് നേരത്തെ കാണാൻ പറ്റും. ഒരു മറ്റൊരു എന്താ പറയാ, ലൈറ്റ്, ഒരു പ്രകാശം പരത്തുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രകാശം പരത്തുന്ന രീതിയായിട്ട് മാറുമെന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഞാൻ പൊതുവെ ഒരു അപ്രിസിയേഷൻ കൊടുക്കാൻ മടിയുള്ള ആളായിട്ടാണ് ഞാൻ തന്നെ സ്വയം വിലയിരുത്തിയിട്ടുള്ളത്. ഇന്നു മുതൽ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. സ്വയം അപ്രിഷിയേറ്റ് ചെയ്യാനും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് മറ്റേ നമ്മള് യൂറോപ്യൻ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴേ ഈ താങ്ക്സ് കൊടുക്കുന്നത് വളരെ പിശുക്കന്മാരാണ്. പുറത്തൊക്കെ പോയി യൂറോപ്പിലൊക്കെ പോയാൽ, അമേരിക്ക പോലെ രാജ്യങ്ങളിൽ നിസ്സാര കാര്യങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞ് നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളും വി ഷുഡ് ഇംപ്ലിമെന്റ് ദാറ്റ് കൾച്ചർ. താങ്ക് യു. സത്യമാണത്. മറ്റുള്ള രാജ്യത്തുള്ളവരായിക്കോട്ടെ, ഇനിയിപ്പോ ഒന്നും വേണ്ട, നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ പോലും അവരത് നല്ല വൃത്തിക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കുറച്ചൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കേട്ടോ, മറ്റേ നമ്മുടെ നാട്ടിൽ മാത്രം പണിക്ക് വരുന്ന ആളുകളല്ല. ഓക്കെ, ദെൻ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 2 minutes ചലഞ്ച് നമുക്കൊന്ന് നോക്കാം. ഒരു 2 minutes, നമുക്കൊരു 20 സെക്കൻഡ് എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്താൽ നന്നായിരുന്നു. നമുക്കൊരു 20 സെക്കൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം. രാവിലെ തന്നെ പ്രസന്നമായ മുഖത്തോടു കൂടി നമുക്കൊന്ന് നോക്കാം. ഞാൻ കൗണ്ട് ഡൗൺ ചെയ്യാം, അതിന്റെ ശേഷം ചിരിച്ചു തുടങ്ങാം. ഒരു 20 സെക്കൻഡ് മാത്രം. റെഡിയാണോ? അല്ല, സ്ക്രീന് പിന്നെ ഹൈഡ് ചെയ്യണ്ടേ? നല്ല എല്ലാവരും കാണാൻ പറ്റുള്ളൂ. ഫൈൻ. ഓക്കെ. ഓക്കെ, റെഡി. 1, 2, 3 സ്റ്റാർട്ട്. കാണുന്നില്ല. സ്ക്രീന് ഹൈഡ് ചെയ്താലേ തോന്നുന്നു മറ്റുള്ളവർ കാണാൻ കഴിയുക. എന്റെ ഒരു അക്കൗണ്ടിലും കൂടെ ഞാൻ വന്നിട്ടുണ്ട്. ഒന്ന് പിൻ ചെയ്യാവോ? നമ്മുടെ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല. എന്റെ പേര് ഹലോ. കേൾക്കുന്നുണ്ട്. ഇപ്പൊ പലരും കാണാമെന്ന് വിചാരിക്കുന്നു. കാണുന്നില്ലേ? ജാഫർ ജാഫ് എന്ന് പറയുന്ന അക്കൗണ്ട് വഴി ഞാൻ അവിടെ ഉണ്ട്. ലാപ്പിൽ ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടാണത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം കഴിക്കുന്നു.
റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒരു 20 seconds. ചിരിക്കണം എല്ലാരും, നന്നായിട്ട് മനസ്സ് തുറന്ന് ചിരി. ഓക്കെ. എല്ലാവരും ചിരിച്ചു നോക്കി കാണുമ്പോ എന്തൊരു സന്തോഷം രാവിലത്തെ. നമ്മുടെ മസിൽസ് എല്ലാം ഒന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യുമല്ലോ. യെസ്, ഓഫ് കോഴ്സ്. കാരണം നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന, ഒരു ചെലവുമില്ലാതെ നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വിഭാഗത്തും കൂടിയാണ്. യെസ്, പുഞ്ചിരിക്കാം. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. സ്ക്രീൻ ഒന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം. സ്മോൾ ഹാബിറ്റ് ബിഗ് ഇമ്പാക്ട് വളരെ ലളിതമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതമായി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫായാലും ഈ രണ്ട് ജീവിതത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തതിൽ സംവദിച്ചിട്ടുള്ളത്. ഇതിൽ ചെറുതിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ വലിയ വിജയങ്ങൾ സമ്മാനിക്കാൻ സാധിക്കും എന്നാണ് ഈ പറയപ്പെട്ട ഹാബിറ്റുകളിൽ നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഉന്നതമായിട്ടുള്ള വിജയം ഉണ്ടാവും. ഓക്കെ, നമുക്ക് അതിന് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ായതുകൊണ്ട് തന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റോളം ഉണ്ട്, ആ മിനിറ്റിൽ നമുക്ക് സംവദിക്കാം. ഓക്കെ, താങ്ക് യു. ഒരു സംശയമല്ല, ഞാനിപ്പോൾ ആലോചിക്കുന്ന ഒരു കാര്യം പറയാൻ, ഈ പൊളിറ്റിക്സിൽ സാധാരണ ഭയങ്കരമായ നെഗറ്റീവ് ടോക്കുകളാണ് സാധാരണ അയ്യോ കാണാൻ. പരസ്പരം പ്രതിപക്ഷം ഭരണപക്ഷത്തിൽ ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് മാത്രമേ സാധ്യമാവൂ എന്നൊരു ഇത് മാത്രമാണ് പൊളിറ്റിക്സിന്റെ പ്രധാനപ്പെട്ട സാധനം എന്നുള്ളത്. പലപ്പോഴും പിന്നെ മനുഷ്യർ ഇങ്ങനെ വിചാരിച്ചു പോയോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതിനെന്തെങ്കിലും ചേഞ്ച് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ചേഞ്ച് വരാൻ സാധ്യത എന്ന് പറയുമ്പോ സമൂഹത്തില് സ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചാലാണ് അവർക്ക് അതൊരു വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. ഇന്നത്തെ കാലത്ത് ഈ ലൈം ലൈറ്റില് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറയുന്നതിൽ എന്തുണ്ട് എന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴേ നമുക്കൊരു ഫെയിമായിട്ട് അതിൽ ഒരു ഇമേജ് ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കൊണ്ടാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് പൊളിറ്റീഷ്യൻസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും അതേപോലെയുള്ള കുറെ ആളുകൾ ഷോ എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. സാർ, ബാക്കിയുള്ള സംശയങ്ങളും ഫീഡ്ബാക്കൊക്കെ ഗ്രൂപ്പിൽ ആവാല്ലേ? ഫൈൻ. ആരോ ഒരാള് നമ്മോടൊന്ന് ഈ ഒരു സ്ലൈഡ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ സ്ലൈഡ് ഇതാണ്.
2 പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ, 3 ടൈം ഡിസിപ്ലിൻ, 4 അപ്രീസിയേഷൻ, 5 കണ്ടിന്യൂസ് ലേണിംഗ്. 5 കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഗ്രൂപ്പ് സ്ലൈഡ് പറ്റുകയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഡിവിഷന്റെ ഒരു ദിനം കൂടി മനോഹരമായി അവസാനിക്കുകയാണ്. ഇന്ന് വളരെ ലളിതമായ രീതിയിൽ ടൈനി ഹാബിറ്റ്സ് ബിഗ് ചേഞ്ചസ് എന്ന വിഷയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന സന്ദേശം പകർന്നു തന്ന ശ്രീ ജാഫർ സാറിന് സ്നേഹത്തോടെ ഡിവിഷന്റെ നന്ദി അറിയിക്കുന്നു. ചെറിയ ശീലങ്ങൾ എങ്ങനെ വലിയ വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കുമെന്ന് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ, ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം മെമ്പേഴ്സ്, ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്ന് തുടങ്ങുന്ന ചെറിയ ശീലങ്ങൾ നാളെയുടെ വലിയ മാറ്റങ്ങൾ നമ്മെ തേടിയെത്തും എന്ന സന്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Thank you. More part two. താങ്ക് യു സർ. താങ്ക് യു സർ.